Bobby Chemanur International Jewelers, traditionally trusted for 162 years. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ജെൻഡർ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഗ്രൂപ്പ് ചർച്ചകൾ ആരംഭിച്ചു. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന ചർച്ചകൾ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കില റിസോഴ്സ് ചെയർപേഴ്സൺ ടി.എം. ഷിഹാബ് വിഷയാവതരണം നടത്തി. 2025-26 വാർഷിക ബജറ്റ് ജെൻഡർ സൗഹൃദ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. 13 വിഷയങ്ങളായി തിരിച്ച് ഓരോ മേഖലകളിലെയും നിലവിലെ സ്ഥിതിയുടെ അവലോകനം, നിലനിൽക്കുന്ന വെല്ലുവിളികൾ, പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയെ എങ്ങനെ ജെൻഡർ സൗഹൃദ കാഴ്ചപ്പാടോടെ സമീപിക്കണം എന്നതിന്റെ സാധ്യതകളാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ മുഖേന പരിശോധിക്കുന്നത്. നിലവിൽ നമുക്ക് ഈ ബഡ്ജറ്റ് എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. അങ്ങനെയാണ് നമ്മൾ ഈ വർക്കിംഗ് ഗ്രൂപ്പ് വിളിച്ചിട്ടുള്ളത്. അവർക്ക് കൂടി വിശദീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവരിൽ നിന്നും വരുന്ന ചർച്ചകളിൽ കൂടി വരുന്ന അഭിപ്രായങ്ങൾ കൂട്ടി യോജിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഉണ്ടാക്കേണ്ടത്. ഈ പദ്ധതി ഉണ്ടാക്കുമ്പോൾ നമുക്കും ഒരു മാതൃകയായിട്ട് ഒരു പദ്ധതി വേറെ എവിടെയും കേരളത്തിൽ നടത്തിയിട്ടില്ല. ഇത് ആദ്യം നടപ്പാക്കേണ്ടത് നമ്മളാണ്. ശ്രീകൃഷ്ണപുരത്തായിരിക്കണം നമ്മളതിൻ്റെ മാതൃക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആസൂത്രണവും നടത്തിപ്പും നമ്മൾ തന്നെയാണ്. വേറെ ഒന്നും എടുത്തിട്ട് നമ്മൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്ക് കഴിയില്ല. കാരണം ഇല്ല ആ സാധനം. അതെല്ലാം തന്നെ നമ്മുടെ സാറ് ഇവിടെ വിശദീകരിക്കും. അപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമായി എടുത്തുകൊണ്ടാണ് നമ്മൾ വർക്കിംഗ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ അധ്യക്ഷനായി, എം ഗിരിജ, ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ, ICDS സൂപ്പർവൈസർ AS ജിസ എന്നിവർ സംസാരിച്ചു. ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ കില കാണുന്നത്, അതല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ആളുകൾ കാണുന്നത് ഒരു വലിയ സംഭവമായിട്ടാണ്. അതായത് അത് നിങ്ങളോട് എങ്ങനെയാണ് അത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതായത് നമുക്ക് ബജറ്റ് തന്നെ നമ്മളൊരു കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിന് പലപ്പോഴും നമുക്ക് കഴിയാറില്ല. നമ്മളെപ്പോഴും പദ്ധതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്, ബജറ്റിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. എന്നാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരൊക്കെ ബജറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബജറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരിക, പദ്ധതി ഉണ്ടാവുക. പക്ഷെ നമ്മൾ പദ്ധതി പ്രൊജക്റ്റുകൾ അതിൽ ഫോക്കസ് ചെയ്യുകയും ബജറ്റിലേക്ക് അതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന രീതിയാണ്. അതല്ല ശരിക്കും ശാസ്ത്രീയമായ രീതി. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ശാസ്ത്രീയമായി മാറ്റാൻ പറ്റുക എന്നുള്ളൊരു ആലോചനയും കൂടെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്.